ഞാൻ കല്യാണത്തിൻ്റെ മുമ്പ് വെബ് സീരീസ് ഉണ്ടായിരുന്ന 2 ഞാൻ മാറ്റി. എനിക്ക് കല്യാണത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഹോസ്റ്റ് ഇറ്റ് ആസ് എൻ ഇവൻറ്റ്. ഞാനതൊരു പ്രോപ്പർ ഇവൻറ്റ് പോലെ അത് യൂട്യൂബിലും എല്ലാം, കാരണം അതൊരു മെമ്മറിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽബം കിട്ടില്ല, മറ്റേ വീഡിയോ കിട്ടില്ല, ഒരു പരിപാടിയും കിട്ടില്ല. അപ്പോൾ ലൈവ് ആയിരുന്നു എന്ന് മാത്രമല്ല, ബാക്കിയെല്ലാം ഞങ്ങൾ ബിഗ് ബോസ് പോകുന്ന പോലെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദി വൈകുന്നേരം എഡിറ്റ് ചെയ്യും, അന്ന് രാത്രി ഹൽദി കയറും. ഹൽദി 6 to 9 ഹൽദി. എന്റെ കല്യാണം വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യാം. I was very interested about that content creation. 6 to 8 ഉള്ളിൽ ഹൽദി നമ്മൾ കണ്ടക്ട് ചെയ്ത് 9 മണിക്ക് എഡിറ്റിംഗ് തുടങ്ങി, 11 മണിക്ക് ഹൽദിയുടെ വീഡിയോ കയറി. അതിൻ്റെ ഇടയിൽ അതിൻ്റെ നരേഷൻ അത് ആര് ചെയ്യണം, ഞാനൊന്നും ഉണ്ടാവില്ല. എഡിറ്റിയമ്മയുടെ അടുത്ത് പോയിട്ട് ഇതൊക്കെയാണ് പറയേണ്ടത്, അപ്പം ഇത് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഇത് ഓരോന്നിനും ഓരോ ആൾക്കാരെ ഇതാക്കിയിട്ട് ഞാൻ ഫുൾ എഡിറ്റ് ലിസ്റ്റ് വരെ കൊടുത്തിരുന്നു. ഇതാണ് ഹൽദിയുടെ വീഡിയോ ഓർഡർ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, ഇതായിരിക്കും എൻ്റെ കൾമിനേഷൻ. എന്നിട്ട് രാത്രി 10 മണിക്ക് ഈ ഹൽദി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഐനൂൺ ഫംഗ്ഷൻ ഉണ്ട്, വൈകുന്നേരം സംഗീതം ഉണ്ട്, അത് കഴിഞ്ഞ് താലികെട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 9-10 മണിക്ക് ഞാൻ പോയിട്ട് ഈ എഡിറ്റ് കാണും. കാരണം എന്താ വെച്ചാൽ സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് അവർക്ക്, കാരണം എൻ്റെ യൂട്യൂബ് കണ്ടന്റിൽ എപ്പോഴും ഭയങ്കര സെലിബ്രിറ്റി കോണ്ടന്റുകൾ, ഫ്രണ്ട്സ് കോണ്ടന്റുകൾ, അല്ലെങ്കിൽ കിട്ടാത്ത വോമത്തോടു കൂടി പോയിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അപ്പോൾ ദേ ആർ വെരി കംഫർട്ടബിൾ വെൻ ഇറ്റ് കംസ് ടു മീ. കാരണം അത് അവൻ നോക്കിക്കോളും എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ എൻ്റെ തലയിലുണ്ട്.